ശ്യാം, ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി വരികയാണ്. എങ്ങനെയാണ് ഇന്നത്തെ പ്രൊസീഡിങ്സ്? ശ്യാം, തെളിവാണ് മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം, നേരത്തെ റോഷിവാൾ സൂചിപ്പിച്ച അന്വേഷണം സെഷൻസ് കോടതി നടത്തിയിരുന്നു, എറണാകുളം സെഷൻസ് കോടതി നടത്തിയിരുന്നു. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്കുടെ അഭിഭാഷകർക്ക് ലഭിച്ചു. അത് കോടതിയുടെ തന്നെ നിർദ്ദേശം അനുസരിച്ചാണ്. അതൊരു രഹസ്യരേഖയല്ല. ആ അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്നായിരുന്നു നേരത്തെ ഹൈക്കോടതി ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചത്. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ട് അഭിഭാഷക സംഘം പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് അന്വേഷണം നീതിപൂർവമായ രീതിയിലല്ല നടന്നത്. പരാതിക്കാരിയായ അതിജീവിതയോട് പോലും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ തൻ്റെ ഭാഗം കേൾക്കുക എന്ന അടിസ്ഥാനപരമായ ഭരണഘടനാ തത്വം പോലും പാലിക്കാതെയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. മാത്രമല്ല അതിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ആ റിപ്പോർട്ട് ഏകപക്ഷീയമായി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. അത് നിയമവിരുദ്ധമായ ഒരു റിപ്പോർട്ടാണ്. അതുകൊണ്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ആധാരമായ സാക്ഷിമൊഴികൾ, അതിൻ്റെ പകർപ്പിന് നേരത്തെ അതിജീവിത സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഈ അപേക്ഷ തള്ളി. അതുകൊണ്ട് തന്നെ ഈ സാക്ഷിമൊഴികൾ ലഭ്യമാക്കണമെന്നതാണ് അതിജീവിത ഹർജിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ട് തന്നെ, അന്വേഷണ റിപ്പോർട്ട് തന്നെ ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണ്. അത് ഭരണഘടനാ വിരുദ്ധമായ അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ, മറുഭാഗം കേൾക്കുക എന്ന അടിസ്ഥാന തത്വം പോലും പാലിക്കാതെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാണ് അതിജീവിതയുടെ രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തെ ആവശ്യം, ഇതിൻ്റെ അത്തരം ആവശ്യങ്ങളാണ് അതിജീവിത ഇന്ന് ഹൈക്കോടതിയിൽ ഉയർത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി ഇന്ന് പരിഗണിക്കുകയും ചെയ്യുന്നത്. സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാളാണ് അതിജീവിതയ്ക്ക് വേണ്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഈ കേസിൽ ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഗൗരവ് അഗർവാൾ ഹാജരാകും. രാവിലെ കെ ബാബുവിൻ്റെ ബെഞ്ചിൽ, ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൽ 9ാമത്തെ ഐറ്റമായാണ് ഈ ഹർജി പരിഗണനയ്ക്ക് വരുന്ന അഡ്വക്കേറ്റ് അഗർവാൾ ഹാജരാകുന്നുണ്ട് അതിജീവിതയ്ക്ക് വേണ്ടി. ഇന്ന് ഗൗരവ് അഗർവാൾ, സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാൾ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകും. അതിജീവിതയ്ക്ക് വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം നിരന്തരം ഹൈക്കോടതിയിൽ വാദങ്ങൾ ഉയർത്തിയത്, അതിജീവിതയ്ക്ക് വേണ്ടി വാദങ്ങൾ ഉയർത്തിയത് ഗൗരവ് അഗർവാളാണ്. ഗൗരവ് അഗർവാൾ തന്നെ ഇന്നും ഹൈക്കോടതിയിൽ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ കേസിൽ നേരത്തെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട്, മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ശക്തമായ വാദങ്ങളാണ് ഗൗരവ് അഗർവാൾ ഉയർത്തിയത്. പ്രത്യേകിച്ചും ഈ മെമ്മറി കാർഡ് എന്നത് ഒരു സാധാരണ കുറ്റകൃത്യത്തിനപ്പുറം ഒരു വലിയ കുറ്റകൃത്യമാണ് എന്നതും അത് ഭരണഘടനാ ലംഘനം വിരുദ്ധമാണ് എന്നതും, പ്രത്യേകിച്ചും ഭരണഘടനയുടെ അനുച്ഛേദം 21 ഉറപ്പ് നൽകുന്നതാണ് ജീവിക്കാനുള്ള അവകാശം. ആ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് സ്വകാര്യത. ഈ സ്വകാര്യതയുടെ നഗ്നമായ ലംഘനമാണ് സംഭവിച്ചതെന്നായിരുന്നു നേരത്തെ ഈ ഹർജി വ്യക്തമാണ്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഇന്നാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിൽ വരുന്നത് ഈ വിഷയം. ജസ്റ്റിസ് ഗൗരവ് അഗർവാൾ ആണ് ഇപ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി ഈ കേസ് തുടർച്ചയായി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അദ്ദേഹം ഹാജരാകുമെന്നാണ് അറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിജീവിത സ്വന്തം അഭിഭാഷകനെ വെച്ചുകൊണ്ടാണ്, സംസ്ഥാനത്തിന് പുറത്തുനിന്ന് അഭിഭാഷകനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ടതാണ്. അവരുടെ കയ്യിലെ പണവും പോകുന്നു എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.